ഹലോ ഗൈസ്, ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. വാവച്ചി സ്കൂൾ വിട്ട് വന്നതിന് ശേഷം നമുക്ക് അത്യാവശ്യമായിട്ട് സ്റ്റിച്ചിങ് സെൻറ്ററിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 3 പേരും സ്റ്റിച്ചിങ് സെൻറ്ററിൽ വന്ന് ഡ്രസ്സിന് അളവെല്ലാം കൊടുത്തിട്ടോ. ഒരു പുതിയ ഡ്രസ്സിനാണ്. അത് ഞാൻ വഴിയെ പറയാം, അത് എന്തിനാണ്, ഏത് ഡ്രസ്സാണെന്നൊക്കെ. അങ്ങനെ നമ്മൾ ഡ്രസ്സിന് അളവെല്ലാം കൊടുത്ത് നമ്മൾ നേരെ പോയത് കിഡ്സിൻ്റെ ഷോപ്പിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വാവച്ചിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് വാവച്ചി പറഞ്ഞു, മമ്മ ഒന്ന് ചുറ്റിക്കറങ്ങണം കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഷോപ്പിൽ ഒന്ന് ചുറ്റിക്കറങ്ങി. കാരണം അവിടെ കുറേ ടോയ്സൊക്കെ ഉണ്ടോ, അതൊക്കെ ഒന്ന് വാവച്ചിക്ക് കാണണം, അതിനാണ്. അങ്ങനെ വാവച്ചി ടോയ്സ് ഷോപ്പിൽ നിന്നൊക്കെ ഇറങ്ങി ഐസ്ക്രീം ഷോപ്പിലോട്ട് കയറി. വാവച്ചിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഏത് ഐസ്ക്രീം വാങ്ങണമെന്ന്. അവസാനം വാവച്ചി സെലക്ട് ചെയ്തു കേട്ടോ. ഒരു 3 ഐസ്ക്രീം വാങ്ങിക്കാമെന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും പിന്നെ വാവച്ചി പറഞ്ഞു, മമ്മ ഒരു ഐസ്ക്രീം മതി, എനിക്കല്ലെങ്കിൽ തൊണ്ടവേദന എടുക്കും എന്നൊക്കെ പറഞ്ഞ് വാവച്ചി ഒരു ഐസ്ക്രീമിൽ ഒതുക്കി. അങ്ങനെ നമ്മൾ കഥയും പറഞ്ഞ് ഐസ്ക്രീം എല്ലാം കഴിച്ച് ഞാൻ തീർത്തിട്ടോ. വാവച്ചി അപ്പോഴും വച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ വാവച്ചിയുടെ ഐസ്ക്രീം പെട്ടെന്ന് കഴിക്കുവാണെങ്കിൽ വാവച്ചിക്ക് പെട്ടെന്ന് തീരുമല്ലോ, അതുകൊണ്ട് വാവച്ചി പതുക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഐസ്ക്രീം കടയിൽ നിന്ന് നമുക്ക് അടുത്ത ഷോപ്പിലോട്ട് കയറി. വാവച്ചിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം, ഒരു ഷോപ്പിൽ നിന്നും അടുത്ത ഷോപ്പിലോട്ട്. ഇപ്പോൾ നമ്മൾ കയറിയേക്കുന്നത് അടുത്തത് മിഠായി വാങ്ങാനാണ് കേട്ടോ. വാവച്ചിയുടെ ഫേവറേറ്റ് മിഠായിയാണ് കോലുമിഠായി. പക്ഷേ വല്ലപ്പോഴും കഴിക്കത്തുള്ളൂ. ആദ്യമൊക്കെ ഡെയിലി കഴിക്കുമായിരുന്നു. ഇപ്പോൾ പറഞ്ഞ് ആഴ്ചയിൽ ഒന്നാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോലുമിഠായും പിന്നെ കടലമിഠായും വാങ്ങിച്ച് നമ്മളിതാ വീട്ടിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ.